ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ 9ാമത്തെ നോമ്പ് ആയില്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ജീരകക്കഞ്ഞിയാണ് കേട്ടോ, പള്ളിക്കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി അരി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, സാധാ പച്ചരി, അതുപയോഗിച്ച് നമുക്ക് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണ് പച്ച മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കും. പിന്നെ ഒരു 2 കുരുമുളക് കേട്ടോ. അത് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുരുമുളക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോഴൊക്കെ മറ്റേ മസാലക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം മസാലകളൊക്കെ ഉപയോഗിച്ചിട്ട് തക്കാളി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കഞ്ഞി കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള അരിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് പച്ച മല്ലിപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ റമളാനിന് വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷമാണ് അതിൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് ഗ്യാസിൽ അതൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. ഒരു 2 തുള്ളൽ ഇങ്ങനെ തുള്ളുമ്പോൾ അത് ഓഫാക്കി വെക്കുക. കാരണം തേങ്ങ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ കുറച്ചധികം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചെറിയുള്ളി, കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ. ചിലവരത് നെയ്യിലാണ് താളിച്ചൊഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നെയ്യിൽ താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരു താളിപ്പ് ഈ കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല മണവും നല്ല രുചിയുള്ള അടിപൊളി ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ ഉപ്പേരിയോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും സൈഡായിട്ട് ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ഈ കഞ്ഞി കുടിക്കാനും നല്ല രസമാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ഈ നോമ്പിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ഞാനിവിടെ മീൻ പൊരിച്ചതും ചമ്മന്തിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്